ഇനിയും കഴിഞ്ഞില്ലേത്? എന്തോന്ന് വെള്ളം തിളച്ചോ? തിളച്ച നീ അരി അരി കഴിക്കില്ല. വെള്ളം തിളച്ചെങ്കിൽ അരി കഴിക്കണം. പാത്രം പാത്രം എവിടെ? 2 ഗ്ലാസ് അല്ലേ പറഞ്ഞ്? 2 ഗ്ലാസ്. ആ പടവലിങ് വേഗം നേരാക്കതേ. അത് ശരിയാക്കാം. നടങ്ങ് വിശപ്പ് തുടങ്ങി. അതാ പറഞ്ഞു. എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അരി അടി വിടും. ഇതുവരെ അരി തീർന്നില്ലേ? പെട്ടെന്ന് ഇതൊന്നേ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നാവ് നന്നായ പലരും ഉണ്ടാവും സഹായിക്കാൻ. ഇതുവരെ അരി കഴിവ് തീർന്നില്ല. അതെ, ഇത് കരിഞ്ചന്തക്ക് മേടിച്ച അരിയാ. ഇതിന്റെ മുകളില് പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും. ഇത് നന്നായി കഴുകണം. അതെ, ആ പടവലിനെ നുറുക്കുന്നത് ഞാൻ ആയിക്കോളാം. എന്തോന്ന് കഷ്ടം. നീ അങ്ങോട്ട് മാറി. ഞാൻ ചെയ്തോളാം പറഞ്ഞില്ലേ? എത്ര നേരമായി നീ അരി കഴുകിക്കൊണ്ടിരിക്കുന്നത്? എടുത്തേട്ടാണ് പറ്റാത്തത്. ജീവൻ പോണു. പാവം ആ ചെക്കന്മാരെ കുറിച്ചിട്ട് വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് ഞാൻ അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. തങ്കപ്പെട്ട പിള്ളേര് ഈ ചേച്ചിയുടെ വാക്കും കേട്ടിട്ട്. അളിയന്മാരായ അങ്ങനെ വേണം. കനകനും ക്ലൈറ്റസും അതാ അളിയന്മാര്. എനിക്കുണ്ടായിരുന്നു ഒരളിയൻ, ഒരു കോപ്പിലളിയൻ, അബീൽദാർ. കുറ്റം പറയുന്നത് ആരേ? നിങ്ങളുടെ കണവനെ. എത്ര ആലോചന വന്നോ? നീ കുടിച്ചല്ലേടാ? ഞാനോ? നീ മൂത്രം ഒഴിക്കാൻ പോയി കള്ളു കുടിച്ചല്ലേ? മൂത്രം ഒഴിക്കുമ്പോ കള്ളു കുടിക്കും. എന്താ ഈ ചേച്ചി പറഞ്ഞു? പോടുന്നു. നീ കള്ളു കുടിച്ച്. ഇപ്പൊ എന്താ അങ്ങനെ പറയാൻ? പിന്നെ എനിക്ക് നിന്നെ കണ്ട അറിഞ്ഞൂടെ? നീ കുടിച്ച്. ഇതാണ് ഈ ചേച്ചിയുടെ കുഴപ്പം. ഇത് തന്നെ ഉള്ളത് എന്തെങ്കിലും പറഞ്ഞാ ഒന്നല്ലെങ്കിൽ പറഞ്ഞോ മന്ദബുദ്ധി, അല്ലെങ്കിൽ അവൻ കള്ളുടിയൻ. അല്ലാണ്ട് കാര്യം വിശ്വസിക്കരുത്. എനിക്ക് നിന്നെ കണ്ടാ മനസ്സിലാവും. നീ കള്ളു കുടിച്ചാലും കുടിക്കാതിരിക്കുന്നത് എനിക്ക് കണ്ടാ മനസ്സിലാവും. വെറുതെ ഇല്ലാത്ത പറയും ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. നീ കുടിച്ചിട്ടുണ്ടെന്ന്. ഇല്ല ചേച്ചി. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ. കള്ളി കണ്ടുപിടിച്ചു. ഞാൻ എങ്ങനെ ഡീസന്റ് ആയി വന്നു? ചേച്ചിന്റെ മൊത്തം അപ്പളാണ്ട് പിടിക്കും. കള്ളു കുടിച്ചിട്ടാണാ ഡീസന്റ് ആവുന്നത്. ഇച്ചിരി കുടിച്ചാ എന്തിന്? പിള്ളേരെ കനേനും ലേറ്റസ്റ്റിനും ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ? ഭയങ്കര വിഷമമുണ്ടായിരുന്നു അവർക്ക്. വിഷമം തീർക്കാൻ വേണ്ടിട്ട് മാമാവാന്ന് പറഞ്ഞിട്ട് നീ പലപ്പോഴും ഇവിടെ വിഷമം തീർക്കാനായിട്ട് ഇങ്ങനെ കള്ളു കുടിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരുടെ പേര് തല ചാരുന്നുണ്ട്. ഇല്ല, അവര് നിർബന്ധിച്ചപ്പോ കഴിച്ചതാ. ആണല്ലോ. അവര് ഇന്നലെ നാളെ നമുക്ക് വേണ്ട നമ്മുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് കുടിച്ചതാ. ഈ വീട് അങ്ങനെ ബാറാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവന്മാരോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്റെ ചേച്ചി അല്ല എന്തിനും 2-3 ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അയ്യോ, അപ്പൊ മാലായല്ലോ. അയ്യോ, എന്നാ പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ഇനി അവരുടെ മുഖത്ത് നമ്മൾ നോക്കണ്ടെന്ന്. അങ്ങനെ വിട്ടു കളഞ്ഞാൽ കൊള്ളത്തില്ല. ഞാൻ ചോദിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. നിങ്ങളെ ഉദ്ദേശം എന്തോന്നാ? അല്ല, ഈ വീടൊരു ബാറാക്കണമെന്നാണ്. നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടാടാ? ഇല്ലമ്മ, ഞങ്ങള് കള്ളു കുടിച്ചിട്ടില്ല. പകലാരെങ്കിലും കള്ളു കുടിക്കുവോ? ഞങ്ങള് കള്ളു കുടിച്ചിട്ടില്ല. അവര് കഴിച്ചിട്ടില്ല. എന്തിന്? ഞങ്ങളെന്തിനാ കള്ളു കുടിക്കണം? നമ്മളല്ലേ അവിടുന്ന്? നമ്മളില്ല, അമ്മാവൻ. നിങ്ങളല്ലടാ എന്നെങ്ങനെ ജനലിന്റെ വിളിച്ചിട്ട് തന്ന്. ജനലിന്റെ ആര്? എന്റെ അമ്മ. ഈ അമ്മാവൻ പറയാണ് നിന്റെ തള്ള ഒരു വൃത്തികെട്ട സാധനമാണ്, അതിന് ബുദ്ധിയില്ല, ബോധമില്ല, ഒന്നുമില്ല. അതിനോട് സംസാരിക്കണമെങ്കിൽ നേരാമണ്ണം സംസാരിക്കാൻ പറ്റില്ല, കള്ളു കുടിച്ചാലേ പറ്റുള്ളൂ. പോയി വാങ്ങിച്ചിട്ട് വാടാ മദ്യം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് ഇപ്പൊ കള്ളു കുടിച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞു. അമ്മ, ഞാനും കേട്ട് അത് കള്ളാന്ന് അമ്മ പറയണ്ട. ഞാൻ വാങ്ങിക്കൊണ്ട് വരില്ലെന്ന് പറയുമ്പോ എന്നെ ഇടിക്കാൻ നീ പറയണ്ട. നീ പിള്ളേരെ പേടിപ്പിച്ച് നീ പലപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചു. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാണ് അമ്മ. ചേച്ചിയെ നോക്ക്, സത്യം ഞാനങ്ങനെ ചെയ്യില്ല. എന്നെ കുറിച്ച് സത്യം ചെയ്യണ്ട. ഈ പിള്ളേരെ കൂടെ മനസ്സിലാക്കുന്ന നീ ഒറ്റ ഒരുത്തനാണ്. ഇവര് വന്നിട്ട് എനിക്ക് ജനലിൽ കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് കഴിച്ചു പറഞ്ഞു. ഇനി പുതിയ കഥ പലതും പറയും. ചേച്ചി, ഞാൻ വരുമ്പോ എനിക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു? വരും വഴിക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് നീ പിള്ളേരെ പേടിപ്പിച്ച് വാങ്ങിച്ചു കുടിച്ചതാണെന്നുള്ളതിനൊരു മാറ്റം. അവര് കുടിച്ചിട്ടില്ലല്ലോ. ഞാൻ വന്ന മുതൽ ചേച്ചിയുടെ കൂടെ നിൽക്കല്ലേ? സത്യം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. സത്യം തന്നെയല്ലേ പറഞ്ഞത്? ഇതന്നെ സത്യം. ഇതിലപ്പുറം സത്യം. പിന്നല്ലാണ്ട്
ഇവരുടെ സ്വഭാവം അറിയാലോ. നിന്റെ ഇവരുടെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണം ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കേണ്ടി. അവരുടെ വാക്ക് വിശ്വസിക്കരുത് ചേച്ചി, സത്യം വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞല്ല, അവർക്ക് വിളിച്ച് തന്നതാ സത്യം. അമ്മാവ ഇങ്ങനെ അമ്മാവന്റെ ചേച്ചിയല്ലേ ഇത്? അങ്ങനെ മുഖത്ത് നോക്കിട്ട് കള്ളം പറയാൻ പാടുള്ളൂ? അവരതൊക്കെ പറയും നമുക്കത്. ചേച്ചി മിണ്ടി പോവരുതെന്ന് പറഞ്ഞാൽ നീ മിണ്ടി പോവരുത്. നീ ഒറ്റ ഒരുത്തൻ തന്നെയാണ് ഈ പിള്ളേരെ കൂടെ ഭക്ഷണം ചെയ്യുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ല എനിക്ക് ചേച്ചിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ല ഇല്ല, ഇവര് പറഞ്ഞാണ് വിശ്വാസം അവര് കുടിച്ചിട്ടില്ലല്ലോ. വെറുതെ അല്ല, സ്വഭാവം നന്നാവണം. കേട്ടതല്ല കണ്ടതാണ് സത്യം. ഞാൻ നെഞ്ചു പൊളിച്ച് പറഞ്ഞു തന്നിട്ട് വിശ്വാസം വന്നില്ലല്ലോ. എല്ലാ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ത് വേണ്ടി അതെ ജമന്തി ഉണ്ടല്ലോ പാവം 10-12 വർഷം ഇവിടെ വന്നിട്ടേ സഹിച്ചുണ്ടല്ലോ. അവൾക്ക് സമാധാനത്തിലുള്ള ലോകസമ്മാനം കൊടുക്കണം. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവം ചേച്ചി കാണിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല വിശ്വസിക്കണ്ട്. ആ മനസ്സില്ല. എന്ത് മനസ്സില്ല? അമ്മാവൻ അങ്ങനെ പറയരുത്. എന്ത് അമ്മാവൻ ആ പറയുന്നത് മുഴുവൻ തെറ്റാ. ഞങ്ങൾ അമ്മയുടെ ഭാഗത്ത് ആ കാര്യത്തില് അമ്മ നല്ല അമ്മയുടെ സ്വന്തം മകളെ പോലെയാണ് ജമന്തിനി നോക്കണത്. പിന്നെ തങ്കത്തിനെ നോക്കുന്ന പോലെ തന്നെ ജമന്തിനി നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരിപ്പോ പോണ സമയത്ത് ഒരാവശ്യമില്ലാണ്ട് മോഹം മുറിപ്പിച്ച് അവിടെ പോയി കിടക്കുവോ? പിന്നെ അവർക്കൊന്ന് പറ്റിപ്പോയി, അതിന്റെ വേദന കൊണ്ട് ഞാൻ അങ്ങ് കിടന്നതാ. സ്വന്തം നിറം മാറുന്ന പോലെ മാറുന്നത്. നീ നിറം മാറുന്ന പോലെ നീ എന്തൊക്കെ പറഞ്ഞ എന്റെ പിള്ളേരെ കുറിച്ച്? എന്ത് പറഞ്ഞു? ഞാനാ പറഞ്ഞു. നീ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞില്ലേ? ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമാണ് എന്റെ ചേച്ചിക്ക്. അമ്മയെ പറ്റിയിട്ട് അനാവശ്യം പറയാം. എന്താ പറഞ്ഞ കള്ളും വലിച്ചു കേട്ടിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയാം. അല്ലെങ്കിൽ എനിക്കറിയടാ, എനിക്കിവിടെ ആരുമില്ല, എനിക്കൊരാളുമില്ല ഇവിടെ. ഞാൻ ചേച്ചിനെ വിശ്വസിച്ച് ഇവിടെ നിന്നുപോയി എല്ലാം മറന്നിട്ട്. എന്റെ അളിയെന്ന് പറഞ്ഞ ഈ കള്ളപ്പന്നി ഒറ്റ ഒരുത്തൻ കാരണമാണ് എന്റെ ജീവിതം എങ്ങനെയായത്. സമാധാനം എല്ലാരെ കുറിച്ചും പറയും. എന്തധികാരം പിന്നെ എന്ത് ഓടാറുണ്ട് ചേച്ചി ഇറങ്ങി പോവാ. എന്ത് അല്ലേ ഒന്നും എടുക്കണ്ട. അല്ലെങ്കിലും അവകാശം പുറമ്പോക്കാ, ആരുമില്ലാത്തവനാ. സമയം മക്കളൊന്നായല്ലോ, അത് മതി.